എൻ്റെ പേര് ലിസി, സ്ഥലം വേലുപ്പാടം. ഞാൻ വരുന്നത് 2025 ആഗസ്റ്റ് മാസത്തിലാണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗത്തിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ നിയോഗം എഴുതിയിട്ടപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയത്തിന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ബ്രദറോട് ഞാൻ പറഞ്ഞു, എനിക്ക് മരിച്ചവരെ കുറിച്ച് ഭയങ്കര പേടിയിന്. മരിച്ച ആളെ കാണുവാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ പോകാനോ അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോലും എനിക്ക് നിൽക്കാനോ കിടക്കാനോ പേടിയിന്. എനിക്ക് 2 മക്കളായിരുന്നു, അവർ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭർത്താവിന് ഈ രോഗം വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടി കൂടുതൽ പേടിയായി. അപ്പച്ചൻ എന്തെങ്കിലും സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവുന്നുള്ള, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കിടക്കണമെങ്കിൽ എനിക്ക് ആരെങ്കിലും കൂട്ട് വേണം. ഒറ്റയ്ക്ക് എനിക്ക് കിടക്കാനൊക്കെ പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കലേ ഞാൻ ഇവിടെ കൗൺസിലിങ്ങിൽ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ഇനി ധൈര്യമായിട്ട് മരിച്ച എവിടെയായാലും ധൈര്യമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 7ാം പൊക്കാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ കയ്യിൽ കിടന്നാണ് മരിക്കുന്നത്. പക്ഷേ എനിക്ക് യാതൊരു വക പേടിയോ ഭയോ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ 5 മാസമായി അങ്ങനെ ഒരു ഭർത്താവിന് പോലും ഓർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇപ്പം എനിക്കൊരു പേടിയോ ഭയോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ 2 ദിവസം ഒറ്റയ്ക്കായാലും ഇപ്പോൾ കിടക്കും. എനിക്കിപ്പോൾ ആരും കൂട്ട് വേണമെന്നില്ല. 50 വർഷം എത്തിയിട്ടുള്ളൊരു ഭയമായിരുന്നു. അതാണ് എനിക്ക് കർത്താവ് സൗഖ്യം തന്നത്. രണ്ടാമത്തത്, എൻ്റെ 2ാമത്തെ മോൾക്ക് കഷത്തൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല, ഒലിവ് ഓയിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ UK യിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ചൊവ്വാഴ്ച അത്ഭുത ജപമാല നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണീരൊഴുക്കി കരഞ്ഞ് ഞാൻ അന്ന് ആ ജപമാലയിൽ ഞാൻ പങ്കുകൊണ്ടു. ആ നിമിഷം അവൾ ആശുപത്രിയിൽ പോയേക്കായിരുന്നു. ഒന്നും വരതേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, വരന്തരപ്പള്ളിയിൽ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വരന്തരപ്പള്ളി വേലിപ്പാടം തൊട്ട് അത് എനിക്കായിരിക്കണമെന്ന് പറഞ്ഞു. ആ അത്ഭുത ജപമാല കഴിഞ്ഞ് ഒരു 5 മിനിറ്റായപ്പോൾ മോളുടെ ഫോൺ വന്നു. അമ്മ എനിക്കൊരു കുഴപ്പമില്ല, അത് വയർപ്പിൻ്റെ കുരുവാണ്, അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ കുരു പൊട്ടിപ്പോയി. ഇപ്പോൾ മോൾക്കൊരു കുഴപ്പമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസ് പുണ്യാളിനും 1000 നന്ദികൾ. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം.